Major landslides struck Mepadi, Mundakai town and Churalmala of Kerala's Wayanad on Tuesday. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ജനകീയ തിരച്ചിൽ കൊണ്ടിരിക്കുകയാണ്. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ തിരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കൈയിലുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് കൊണ്ട് പോകാനും പിടിക്കാനും പറ്റില്ല. ഇവിടെ വഴിയില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. താമസമല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മുടെ പേരിൽ ലിസ്റ്റ് പേരൊന്നും വന്നിട്ടില്ല. ലാസ്റ്റത്തെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 9,000 ഉറുപ്പിട്ടുണ്ട്. വാടക നമുക്കില്ല. സർക്കാർ കൊട്ടേഷൻ്റെ 10,000. ഇതൊക്കെ പോയി പണിയില്ല. അങ്ങനെ കഷ്ടപ്പാടിലാണ് കഴിയുന്നത്. ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട് നമുക്ക് ആവശ്യമാണ്. ഇതുവരെ വീട്ടിൽ ലിസ്റ്റിലൊന്നുമില്ല. ആകെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീടിനുള്ള സജ്ജീകരണം ചെയ്തു തരാൻ സർക്കാരിൽ നിന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശം നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിട്ട് പാടിയിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വീട് വേണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. മൃഗശല്യം കൂടുതലാണ് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ പാലം വേണം, വഴി വേണം, കുടിവെള്ളം വേണം, കറണ്ട് വേണം. അവിടെ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു 5 ആളെ മാത്രമേ അവിടെ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കത് വീട് വേണം. 240 മീറ്റർ വരെയുള്ളവർക്ക് വീട് കിട്ടി. നമുക്ക് മാത്രം വീടില്ല. 10 മീറ്റർ ഡിഫറൻസ് ഉള്ളൂ. അതെ, എല്ലാവരും പാസ്സായില്ല നിൽക്കുകയാണ്. ഇപ്പോൾ സാർമാരോട് ഒക്കെ ടെൻഷനിലാണ്. കുറഞ്ഞിട്ട് 10 വയസ്സായി. ഓരോ ടെൻഷൻ കാരണം ഓരോന്ന് നേരിട്ട് കണ്ട ആൾക്കാരെ ഞങ്ങൾ പാടിയും പോയി തിരിച്ച് വീട്ടിലേക്കാണ് ഓടിയോണ്ട് ജീവൻ കിട്ടി. കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു മേഖല പറഞ്ഞാൽ മെഡിക്കലാണ്. രോഗം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടാത്ത പല സർവീസും ഉണ്ടാവും. അത് ഇപ്പൊ നമ്മള് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോവാ. അവിടെ ഒക്കെ ഒരുപാട് പൈസകളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിലവിൽ ജോലി ഇല്ലാത്തൊരവസ്ഥ. കാരണം മുണ്ടക്കൈയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ പിന്നെ നിലവിൽ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോ ഈ ജോലി ഇല്ലാത്തതും ഇതെല്ലാം കൂടി ഒരു പ്രയാസത്തിലാണ്. അപ്പോ മൊത്തത്തിൽ എന്താ പറയാ, മുന്നോട്ട് ഇനി എന്താണ് ജീവിതം എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. നമ്മളിതേപോലെ ചൂരൽമല ദുരിതബാധിതരിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ സ്കൂൾ റൂട്ടിൽ ഈ പടവെട്ടിക്കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ 27 കുടുംബത്തിനെയാണ് നമ്മളെ ലിസ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് ലിസ്റ്റ് വരാണ്ട് പറഞ്ഞു. ഇപ്പോഴും പ്രതീക്ഷയിലാണ് വരുമെന്ന്. അതുപോലെ തന്നെ സ്കൂൾ റോഡ് ഈ മുണ്ടക്കായ് പോലെ തന്നെ പൂർണ്ണമായിട്ട് പോയൊരു റോഡാണ്. പിന്നെ ഫാമിലി തന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ആർട്ട് സംബന്ധമായ രോഗികളുണ്ട്. 3 പിള്ളേരാണ്. അപ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്നെ ലാസ്റ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പ്രതീക്ഷ നിൽക്കുകയാണ്. പടവെട്ടി മാത്രമാണ് ഇപ്പോൾ അവിടെ ഉൾപ്പെടുത്താനുള്ളത്. ഒരു 27 കുടുംബം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. റോഡാണെങ്കിൽ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഈ ലാസ്റ്റ് വരുന്ന ലിസ്റ്റിലെങ്കിലും ഈ പടവെട്ടിനെ പരിഗണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തൊഴിലാണ് പ്രശ്നം. ഇപ്പോൾ വീട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. തൊഴിൽ നിർബന്ധമാണ്. തൊഴിൽ ഇപ്പോൾ ഇല്ല. ആ 9,000 കൊണ്ടപ്പോൾ കഴിയുന്നു. പിന്നെ മുണ്ടക്കയിൽ കുറേ ആൾക്കാർക്ക് വീടുകളും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷെ അവരൊന്നും ലിസ്റ്റിലും വന്നില്ല, അവരെ പേരുമില്ല. അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കും ഗവൺമെൻറ് എന്തായാലും. അത്രേ നമുക്ക് പറയാനുള്ളൂ.